ഹായ്, എല്ലാവർക്കും ഫുഡ് ഡിബയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്ന ഒരു അടിപൊളി നാടൻ ഐറ്റമാണ് ചേമ്പും താളും ഉണക്കമീനും കറി. അതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. അപ്പോൾ ചേമ്പും താള് കറി വെക്കാനെ കൊണ്ട് നമ്മുടെ മുറ്റത്തുള്ള ഒരു നല്ല ചേമ്പിൻ്റെ നല്ലൊരു തണ്ട് നോക്കിയിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അതിൻ്റെ ഇലയും കൂടി നമ്മൾ കട്ട് ചെയ്ത് കളയാണ്. ഇനി ഇതിൻ്റെ തൊലി നമുക്ക് ഇതേ ഉണക്കും ഉരിഞ്ഞെടുക്കണം. നന്നായിട്ടൊന്ന് കഴുകിയിട്ട് വേണം തൊലി ഉരിയാനെ കൊണ്ട്. ശേഷം ഇതേ ഉണക്കും കഷ്ണങ്ങളാക്കിയിട്ട് ചെറുതായിട്ട് കൊത്തി അരിഞ്ഞെടുക്കണം. നീളത്തിൽ അരിഞ്ഞാൽ മതിയാകും. നീളത്തിൽ അരിഞ്ഞ ശേഷം നമുക്ക് വെള്ളത്തിൽ നന്നായിട്ട് കഴുകി പിഴിഞ്ഞെടുക്കണം. ഇനി നമുക്കൊരു 5 ഉണക്കമീൻ കഴുകി വൃത്തിയാക്കിയത് കഷ്ണങ്ങളാക്കിയതെടുക്കാം. ശേഷം അരപ്പിനായിട്ട് ഒരു ബൗൾ തേങ്ങ, 1 ടേബിൾ സ്പൂൺ മുളക് പൊടി, 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/2 ടീസ്പൂൺ ജീരകം, കുറച്ച് കാന്താരി മുളക് അല്ലെങ്കിൽ പച്ചമുളകായാലും മതി. അപ്പോൾ ഇതെല്ലാം കൂടി അല്പം വെള്ളം ചേർത്ത് അരച്ചെടുക്കാം. ഇനി നമുക്ക് കുക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് പാനിൽ 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ എടുക്കാം. അതിലേക്ക് 1 ടീസ്പൂൺ കടുക് ഇട്ട് കൊടുക്കാം. കൂടെ തന്നെ കറിവേപ്പില, ഒരു കതിരി കറിവേപ്പില മതി. ഇത് രണ്ടും കൂടി ഒന്ന് മൂത്ത് വരുമ്പോൾ ഒരു ചെറിയ കഷ്ണം ഇഞ്ചി അരിഞ്ഞത്, ഒരു 10 വെളുത്തുള്ളി കഷ്ണം, പിന്നെ ഒരു 10 കൊച്ചുള്ളി അരിഞ്ഞത് നടുകെ കീറിയാൽ മതിയാകും. ഇതെല്ലാം കൂടി ചേർത്തിട്ട് നന്നായിട്ട് വഴറ്റണം. നമുക്ക് അതിലേക്ക് ഒരു വലിയ സവാള അരിഞ്ഞത് ചേർത്ത് ഒന്നുകൂടി ഇളക്കി വഴറ്റാം. കൂടെ തന്നെ ഒരു മുളക് കീറിയതും കൂടി ചേർത്ത് കൊടുക്കാം, പച്ചമുളക്. അപ്പോൾ ഇത് നന്നായിട്ട് വഴണ്ട് വരുമ്പോൾ അതിലേക്ക് നമ്മൾ കഴുകി വൃത്തിയാക്കി വെച്ചേക്കുന്ന ചേമ്പും താള് കഷ്ണങ്ങൾ ചേർത്ത് കൊടുക്കാം. ഇളക്കിയിട്ട് അതിലേക്ക് 1 ടീസ്പൂൺ ഉപ്പും കൂടി ചേർത്ത് പുളിവെള്ളവും കൂടി ചേർക്കാം. ഒരു ചെറിയ കഷ്ണം പുളി എടുത്താൽ മതി. എന്നിട്ട് ഇതെല്ലാം കൂടി ഒന്നും കൂടി ഇളക്കി അടച്ച് വെച്ചിട്ട് നമുക്കൊരു 5 മിനിറ്റ് നേരം വേവിക്കണം. അപ്പോൾ 5 മിനിറ്റ് നേരം കഴിയുമ്പോഴത്തേക്ക് ഇതേ ഉണക്കും നന്നായിട്ട് വെന്തിട്ട് വരും. ആ സമയത്ത് തന്നെ നമുക്ക് അതിനകത്ത് അരപ്പ് ചേർത്ത് കൊടുക്കാം. അരപ്പ് ചേർത്തിട്ട് ഒന്ന് ഇളക്കണം. വേണമെങ്കിൽ ഒരു അല്പം വെള്ളവും കൂടി നമുക്ക് ചേർക്കാം. അപ്പോൾ ഇത് തിളച്ച് വരുന്നുണ്ട്. ഈ സമയത്ത് നമുക്ക് ഇതിനകത്തോട്ട് ഉണക്കമീൻ കഷ്ണങ്ങളും കൂടി ചേർത്തിട്ട് മിക്സ് ചെയ്യാം. അപ്പോൾ നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് അപ്പോൾ ഒരു 5 മിനിറ്റും കൂടി അടച്ച് വെച്ച് വേവിച്ച് കഴിയുമ്പം നമ്മുടെ കറി ഇങ്ങനെ നല്ല ഉണക്കും വെന്ത് വരും. നമ്മുടെ ചേമ്പും താളും ഉണക്കമീനും കറി അടിപൊളിയായിട്ട് വെന്ത് വരും. അപ്പോൾ അടിപൊളി ഒരു ടേസ്റ്റുള്ളൊരു ഡിഷാണ്. നിങ്ങൾ മസ്റ്റായിട്ടൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. എങ്ങനെ ഉണ്ടായിരുന്നു കമൻറ്റ് ചെയ്യുക. അതോടൊപ്പം തന്നെ നമ്മുടെ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക. എല്ലാവർക്കും ഷെയർ ചെയ്ത് കൊടുക്കുക. അടുത്തൊരു അടിപൊളി വീഡിയോ വരുന്നവരെ ബൈ ബൈ.